ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയവും ശ്രീലക്ഷ്മി തന്നെയാണ്. ശ്രീലക്ഷ്മി നമ്മുടെ രേണുവിനെതിരെ ഒത്തിരി ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മിക്കെതിരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ്. പകുതി മുലയും വയറും ഒക്കെ കാണിച്ച് സാരി ഉടുത്ത് സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയോ? പണ്ട് അറബ് രാജ്യത്ത് പണിയെടുക്കുമ്പോൾ അവിടുത്തെ അറബിയും അറബിയുടെ ആൺമക്കളൊക്കെ കൂടി തന്നെ മാനഭംഗപ്പെടുത്താനും പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇവരൊരു കാര്യം മനസ്സിലാക്കി, അറബ് രാജ്യത്തെ സ്ത്രീകളൊക്കെ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് അപായമൊക്കെ ഇട്ട് നടക്കുന്നവരാണ്. പിന്നെ വേറൊരു കാര്യം, അറബ് രാജ്യത്തെ സ്ത്രീകളെയും മലയാളി സ്ത്രീകളെയും വെച്ച് താരതമ്യം ചെയ്യുവാണെങ്കിൽ സൗന്ദര്യത്തില് മലയാളി സ്ത്രീകൾ അറബ് രാജ്യത്തെ സ്ത്രീകളുടെ 50% പോലും വരില്ല. അത്രയ്ക്ക് സുന്ദരിമാരാണ് അറബ് രാജ്യത്തുള്ള സ്ത്രീകൾ. അവിടെ പോയിട്ട് ഇങ്ങനെ കോലിൽ തുണി ചുറ്റിയ പോലെ കറുത്ത് പടച്ചിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ നടന്ന ഏത് അറബി കയറി പിടിക്കാനാ? ഇവരെന്താ പറയുന്നത്? ഇവര് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ ചിലപ്പോൾ പലരും നോക്കിയെന്നൊക്കെ വരും. കാരണം അത് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇവര് സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ രാജ്യത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് പണം ഉണ്ടാക്കണ്ട. നമ്മളൊക്കെ അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ് വർഷങ്ങളായിട്ട്. അപൂർവം ചില ആളുകളൊക്കെ പല ദുരനുഭവങ്ങളും പറയാറുണ്ടെങ്കിലും അത് 99% ആളുകളും നല്ല അഭിപ്രായം പറയുന്നത്. പിന്നെ പണിയെടുത്ത് കുടുംബം നോക്കാൻ വരുന്നവര് അതനുസരിച്ച് ജീവിക്കണം, നല്ല കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകും. കേരളത്തിൽ വന്നപ്പോ സോഷ്യൽ മീഡിയയിലുള്ള തുണി അഴിച്ചിട്ട് നടക്കുന്ന എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നു. എന്ത് ഞാനാണ് സൂപ്പർ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ഈ വിവരമില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നല്ല അടിപൊളി മറുപടിയാണ് അല്ലേ കേസ്. അതായത് ഇവൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയേണ്ടത് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ രേണു ഇവിടെ നിന്നും ദുബായിലോട്ട് പോയിട്ട് അവിടെ നിന്നും കുറച്ച് വീഡിയോസ് റീൽസ് എടുത്തതിനെ ഇവിടെ നിന്നും നല്ല രീതിയിൽ ഈ പറയുന്ന ശ്രീലക്ഷ്മി കൊള്ളുന്നുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ ശ്രീലക്ഷ്മി ഇന്റർവ്യൂസും കൂടാതെ വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാണം കെട്ട പരിപാടിക്കാണോ അങ്ങ് അവിടെ പോകുന്നത്, അവിടെ പോയി ബാർ ഡാൻസ് കളിക്കുന്നു, മറ്റതാണ് അവിടെ കാണിക്കുന്നു ഇവിടെ കാണിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞത് തന്നെ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അവിടെ നിന്നും ഒരു മലയാളി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇവൻ പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ അറബി നാട്ടിലൊക്കെ നമ്മൾ ജീവിക്കാൻ പോകുന്നവർക്ക് അവിടെ പോയി ജീവിക്കേണ്ടതേ ഉള്ളൂ. അത് അറബി നാട് എന്നല്ല, നമ്മുടെ കേരളത്തിലായാലും അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ, നമ്മൾ അങ്ങനെ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ ജീവിക്കാം. അതല്ല നമ്മുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിച്ചിട്ടാണ് ജീവിക്കുന്നത്, അതും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അറബി നാട്ടിലൊക്കെ പോയിരുന്നു ഇങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ അവിടെ പോയി കിടന്ന് അവിടെ ഇവിടെ എത്താത്ത തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഒന്നും അല്ലെന്നാണ് അറബി നാട്ടില്. കാരണം ഈ പറയുന്ന മലയാളികളെക്കാൾ എത്രയോ സുന്ദരിമാരാണ് അറബി നാട്ടിലുള്ള പെൺകുട്ടികൾ. അവരുടെ അടുത്തൂടെ പോലും പോകാൻ യോഗ്യതയില്ലാത്ത ഇവളൊക്കെയാണ് ഇവിടെ വന്നിരുന്ന് കുറ്റം പറയുന്നത് എന്നത് സത്യം തന്നെയാണ്. ഇവിടെ ഇദ്ദേഹം ശ്രീലക്ഷ്മിയുടെ മുഖംമൂടിനെ വലിച്ചു കീറുകയാണ് ഉണ്ടായത്. കാരണം നമ്മളൊക്കെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമെങ്കിലും അത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഏക്കത്തൊന്നുമില്ല. പക്ഷെ ഇതെന്തായാലും നല്ല രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കുകയും ചെയ്തിട്ടുണ്ട്. രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഈ പറയുന്ന നമ്മുടെ ശ്രീലക്ഷ്മി ഈ ഒരു രംഗത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രംഗത്തോട്ട് വന്നിട്ട് ശ്രദ്ധ പിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇടുന്ന ഡ്രസ്സ് എല്ലാം എന്താണ് നല്ല ഇറക്കിയിട്ടുള്ള കഴുത്ത് ഇറക്കിയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ അവിടെ ഇവിടെയും കാണിച്ചിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ശ്രീലക്ഷ്മി ഇടുന്നത്. അത് ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഷൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാമല്ലേ. ചിലപ്പോൾ അവരുടെ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇതങ്ങനെയില്ല, ഇത് എവിടെ പോയാലും ഈ ഒരു ഡ്രസ്സേ ഉള്ളൂ ശ്രീലക്ഷ്മിക്ക്. അപ്പോൾ അതിനുശേഷം രേണു ദുബായിൽ പോകുന്നു, അപ്പോഴും നമ്മുടെ ശ്രീലക്ഷ്മി. പിന്നെ വേറൊരു കാര്യം, ശ്രീലക്ഷ്മി എന്താണ് വിചാരിച്ചത് അത് നടന്നു. ചിലപ്പോൾ ഈ പറയുന്ന വിദേശത്ത് നടന്നില്ലായിരിക്കും, കേരളത്തിൽ നടന്നു. ഇവളിങ്ങനെ നടക്കുമ്പോൾ ഇവളുടെ ബേക്കിൽ ഇങ്ങനെ ക്യാമറാമാൻമാർ അവർ പോകാറുണ്ട്, അവർ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ രേണുവിൻ്റെ ആ ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൈക്കലാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ശ്രീലക്ഷ്മി ഇപ്പോഴും രേണുവിനെ നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്, കിട്ടുന്ന മീഡിയസിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾക്ക് രേണുവിനെ പറയാൻ എന്താണ് യോഗ്യത? ഈ പറയുന്ന എല്ലാവരും നല്ല രീതിയിൽ രേണുവിനെ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് രേണുവിന് ഇപ്പൊ എന്തായി? രേണു നല്ലൊരു പൊസിഷനിൽ എത്തി എന്നുള്ള വാസ്തവം തന്നെയാണ് ഈ കുറ്റം പറഞ്ഞവരൊക്കെ. അപ്പോൾ അതിലും ഒരാളായിരിക്കണം ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ അതായത് സ്വന്തമായിട്ട് ഒരുപാട് കുറ്റങ്ങൾ വച്ചിട്ട് ഒരു കുറ്റം മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. പിന്നെ ഈ ശ്രീലക്ഷ്മി വിചാരിക്കുന്നുണ്ടാവും അടുത്തൊരു പബ്ലിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൾ ഇത് തന്നെ ചെയ്യുക, അത് തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.
കൂടാതെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.